എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. കുറച്ച് ദിവസം നമുക്ക് ക്ലാസ്സുകളില്ലായിരുന്നു. പഴയ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ഒന്നുകൂടെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരുടെയും മെസ്സേജുകളും കമൻസുകളും ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ക്ലാസ് നമ്മുടെ മിസ്സാക്കാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാന കാര്യം, അത് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ഒരു കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറയുന്നതായിട്ട് മിസ് അത് ഭയങ്കര ഞങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമായി തോന്നുന്നു, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഒന്ന് എടുത്തു തരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ ഒരു കാര്യം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുക. സമയം കിട്ടുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഠിക്കുന്നത്, കോപ്പി പേസ്റ്റ്. അതായത് കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു കാര്യത്തിന്റെ ഒരു കോപ്പി കൂടെ എടുക്കുക. ഇപ്പൊ ഒരു കോപ്പി എന്നല്ല, നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ കോപ്പി ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ക്ലാസ് ആണ്, ഒരുപാട് പേര് പ്രയാസമാണെന്ന് പറഞ്ഞ ക്ലാസ് ആണ്. പക്ഷെ പ്രയാസമൊന്നുമില്ല, നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോ കമ്പ്യൂട്ടർ പഠിക്കുന്ന ഏതൊരാളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ വലിയ വലിയ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു കാര്യം തന്നെ പല സ്ഥലത്തും നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കോപ്പി പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു തവണ ടൈപ്പ് ചെയ്ത കാര്യത്തിന് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്കത് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിപ്പോ ടൈപ്പ് ചെയ്ത കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് ആയിക്കോട്ടെ, ഇപ്പൊ എന്ത് കാര്യം ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരെണ്ണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം തന്നെ നമുക്ക് കുറെ തവണ വീണ്ടും വേണം. അപ്പൊ ഇതിന്റെ കോപ്പി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാര്യത്തിന്റെ കോപ്പി നമുക്ക് വേണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ എപ്പോഴും പറയും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല് അതൊരു മെഷീനാണ്, അതിന് സ്വയമേ ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് യൂസർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ കമ്പ്യൂട്ടർ ചെയ്യത്തുള്ളൂ. യൂസർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് യൂസർ എന്ന് പറയാം. അപ്പം നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ അപ്പൊ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല്, കോപ്പി ചെയ്യേണ്ട ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യത്തിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാന്ന് നമ്മുടെ ക്ലാസ്സുകൾ തുടർച്ചയായി കാണുന്നവർക്കൊക്കെ ഇപ്പം എന്താ പറയാ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അവർക്കൊക്കെ അറിയാം. അപ്പൊ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യം സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ, അതായത് ഈ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ജസ്റ്റ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ മൗസ് കൊണ്ട് ഈ സ്റ്റാർട്ടിംഗ് ലെറ്ററിന്റെ അവിടോട്ട് വെക്കുക. ജസ്റ്റ് വെറുതെ വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കത് ഇവിടെ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ കാണാം. അതായത് ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് കർസർ. അപ്പൊ ഈ കർസർ എന്ന് പറഞ്ഞാല് കർസർ എവിടെയാണോ അവിടാണ് നമ്മുടെ മൗസ് ഇരിക്കുന്ന സ്ഥലം. ഇപ്പൊ നമ്മുടെ മൗസ് ഇരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് പൊസിഷനിലാണ്. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇത്രയും കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ഫസ്റ്റ് പോയിന്റിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക.
പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. മുന്നോട്ട് ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ലൈൻ സെലക്ട് ആകും. ഇനി അതിനുശേഷം വീണ്ടും മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അതായത് മൗസ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മൗസ് ഇങ്ങനെ താഴോട്ട് നീക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുന്നത് ഡ്രാഗ് ചെയ്യാന്നാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൗസ് ഇങ്ങനെ നിരക്കുക, അല്ലെങ്കിൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ മൗസ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. അപ്പൊ നമ്മൾ ഈ മൗസ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് അത്രയും കാര്യങ്ങൾ ഇങ്ങനെ കണ്ടോ സെലക്ട് ആയി വരും. അപ്പൊ നമ്മള് സെലക്ട് ചെയ്യേണ്ട മൊത്തം കാര്യവും ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല. ഇനിയിപ്പോ ചെയ്യേണ്ടത് ഇത്രയും കാര്യം സെലക്ട് ആയി. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് സെലക്ട് ആയതിനു ശേഷം ജസ്റ്റ് നമ്മൾ ഈ മൗസ് നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 4 ലൈനിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി. ഇപ്പൊ ഇന്ന പൊസിഷനിൽ വെക്കണമെന്നില്ല. നമ്മൾ ഈ സെലക്ട് ചെയ്തതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും മൗസ് വെക്കുക. ഇപ്പൊ മിസ് ഇവിടെ വെച്ചു, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെക്കണമെന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇതിന്റെ എവിടെയെങ്കിലും ഈ സെലക്ട് ചെയ്തതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു പേജ് വന്നിട്ടുണ്ട്, അതായത് ഒരു ബോക്സ് പോലെ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് കട്ടാണ്, നമുക്ക് അതല്ല ആവശ്യം. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയപ്പം കോപ്പി. അപ്പൊ നമുക്കത് കണ്ടപ്പോ തന്നെ മനസ്സിലായി നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് കോപ്പിയാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കോപ്പി എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ സെലക്ഷനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ ലൈൻസിനെ കോപ്പി ചെയ്യണം. അപ്പം കോപ്പി ചെയ്യുക എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ കോപ്പി എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക. ഇനിയിപ്പോ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 4 ലൈനും സെലക്ട് ആയിട്ട് ഉണ്ട്. ഈ 4 ലൈനും കോപ്പി ആയിട്ടുണ്ട്. അപ്പൊ കോപ്പിയായി ഈ ഒരു കാര്യം മൗസിന്റെ തുഞ്ചത്തിരിക്കുകയാണ്. ഇനിയിപ്പോ അതെങ്ങനാണ് മറ്റു സ്ഥലത്തോട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കോപ്പി ചെയ്ത ഒരു കാര്യം മറ്റൊരു സ്ഥലത്തോട്ട് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം. ഇപ്പൊ സാധാരണ നമ്മൾ പറയുന്നത് തന്നെ കോപ്പി പേസ്റ്റ് എന്നാണ്. ഇപ്പൊ കോപ്പി ചെയ്ത ഒരു കാര്യം മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ ഈ കോപ്പി ചെയ്ത് വെച്ചു ഈ ഒരു 4 ലൈൻ. അപ്പൊ ഇത് മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇനി പേസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറയാം. നമുക്ക് എവിടാണോ ഈ 4 ലൈൻസും വരേണ്ടത് ആ ഒരു പൊസിഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ മെഷീനാണ്, അതിനറിയത്തില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ സെലക്ട് ചെയ്ത കാര്യം എനിക്ക് വേണ്ടത് ഇവിടാണ്. അപ്പം ഇതാ ഇവിടെ, അതായത് ഞാനിപ്പോ ഇങ്ങോട്ടാണ് കോപ്പി ചെയ്ത സാധനത്തിനെ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണോ അവിടെ ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം നമ്മൾ സെലക്ഷന് വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയും പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കോപ്പി ചെയ്ത കാര്യം നമുക്ക് എവിടാണോ വേണ്ടത് ആ സ്ഥലം നമ്മൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യണം. അതായത് ആ സ്ഥലത്തോട്ട് മൗസ് ഇങ്ങനെ വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് മനസ്സിലായി കർസർ അവിടെ വന്നു. കർസർ എന്ന് പറഞ്ഞാല് ഈ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ആണ്. അതായത് മൗസ് ഇപ്പം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കോപ്പി ചെയ്തൊരു കാര്യം വരണമെങ്കിൽ അതിനെ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം അതിനകത്ത് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോന്ന്. അപ്പൊ നോക്കിയപ്പോ പേസ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 4 ഓപ്ഷൻസ് കാണാം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് ഒന്നാമത്തെ ഓപ്ഷനിൽ വെച്ചപ്പോ തന്നെ അതിന്റെ ഒരു ഡെമോ കാണിക്കുന്നുണ്ട്. നമ്മൾ അത് സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പൊ അതിന്റെ ഒരു കോപ്പി അവിടെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് സെലക്ട് ചെയ്തപ്പോൾ രണ്ടാമത്തെ നമ്മൾ സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, മൂന്നാമത്തെ സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇതിൽ ഏത് വേണമോ നമുക്കത് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഈ ഒരു ഫസ്റ്റ് വൺ ചൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വണ്ണിലോട്ട്
പേസ്റ്റ് ഓപ്ഷന്റെ താഴെയുള്ള ഒന്നാമത്തെ ഓപ്ഷനിലോട്ട് ജസ്റ്റ് മൗസ് വെക്കുക. ആ ഒന്നാമത്തെ ഓപ്ഷന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ ആ കോപ്പി ചെയ്ത കാര്യം പേസ്റ്റ് ആയി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോപ്പി ചെയ്ത കാര്യത്തിനെ പേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി എത്ര എണ്ണം വേണേലും, എത്ര കോപ്പി വേണേലും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒരൊറ്റ തവണ കോപ്പി ചെയ്താൽ മതി. എത്ര തവണ വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോ ഇതിന്റെ അടുത്ത കോപ്പി വേണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്. എവിടാണോ നമുക്ക് വേണ്ടത് ആ പൊസിഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ സ്ഥലത്തോട്ട് മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കർസർ കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ നമുക്ക് ഇപ്പം പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷന്റെ താഴെ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് വൺ ചൂസ് ചെയ്യുവാണ്. ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെച്ചു. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പൊ നമ്മൾ 3 കോപ്പി ഉണ്ട് നമ്മുടെ കയ്യില്. അതായത് ഒരെണ്ണം ഒറിജിനൽ, പിന്നെ ബാക്കി 2 കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത കോപ്പി ക്രിയേറ്റ് ചെയ്യണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. എവിടാണോ നമുക്ക് വേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഒരു തവണ മാത്രം കോപ്പി ചെയ്യുക. എത്ര തവണ വേണമെങ്കിലും നമുക്കത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കോപ്പി ചെയ്ത കാര്യം മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ആക്കണം. അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ആദ്യം തൊട്ട് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് കോപ്പി ചെയ്യേണ്ട കാര്യത്തിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് മൗസ്, അതായത് കർസർ ഇവിടെ വരാൻ വേണ്ടിയാണ്. കർസർ എന്ന് പറഞ്ഞാല് മൗസ് എവിടാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആള്. ഇപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും മൗസ് ഇരിക്കുന്നത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. അതായത് ഈ കർസർ നോക്കിയാൽ മതി മൗസ് എവിടാണെന്ന് അറിയാൻ വേണ്ടി. ഇനി ഇപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് മൗസ് ഇങ്ങനെ ആ ഒരു ഫസ്റ്റ് തന്നെ വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. നമ്മൾ ലെഫ്റ്റ് ബട്ടണിൽ നിന്ന് കൈ എടുക്കാൻ പാടില്ല. അതിനുശേഷം മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക. നമ്മൾ ഡ്രാഗ് ചെയ്യാന്ന് പറയും. അതായത് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാകും. അപ്പൊ നമ്മുടെ ആ ഒരു 4 ലൈൻ അല്ലെങ്കിൽ എത്ര ലൈൻസ് ആണോ ഉള്ളത് അത്രയും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. അപ്പൊ നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെലക്ട് ചെയ്തതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. ഇതിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് ചെയ്യേണ്ടത് കോപ്പിയാണ്. അപ്പൊ കോപ്പി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. സോ അത് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക, ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ കോപ്പി എന്ന് പറയുന്നത് ചെയ്തു. അപ്പൊ നമ്മൾ കോപ്പി ചെയ്ത കാര്യം ഈ ഒരു മൗസിന്റെ തുഞ്ചത്തിരിക്കുവാണ്. ഇനി അത് മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് സെയിം പ്രൊസീജിയർ ആണ്. നമുക്ക് എവിടാണോ വേണ്ടത് ആ പൊസിഷൻ സെലക്ട് ചെയ്യുക. ആ പൊസിഷൻ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ കോപ്പി ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും പേസ്റ്റ് ഓപ്ഷനിലെ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ. ഇപ്പൊ നമ്മൾ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എത്ര കോപ്പി വേണേലും ക്രിയേറ്റ് ചെയ്യാം. സെയിം പ്രൊസീജിയർ ആണ്. സ്ഥലം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, അതിൽ നിന്നും കോപ്പി. ഇപ്പൊ 2 കോപ്പിയായി, 3 കോപ്പിയായി, 4 എണ്ണമായി, 5. അങ്ങനെ നമുക്ക് എത്ര കോപ്പി വേണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു തവണ നമ്മൾ കോപ്പി ചെയ്താൽ മതി. ആ ഒരു തവണ കോപ്പി ചെയ്തതിനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ ഒരു കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതിന് ഷോർട്ട് കട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് പറയണം. എളുപ്പമുള്ള കാര്യമാണ്, എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാവരും ഇപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. പ്രയാസമൊന്നുമില്ല, എളുപ്പം തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം സിസ്റ്റമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് എളുപ്പമായോ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷവും സ്നേഹവും ഒക്കെ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുക. സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. നമുക്കപ്പം നാളെ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.